നമ്മളെ സർപ്രൈസ് വീഡിയോയും കണ്ടു, പിന്നെ നമ്മുടെ ഇന്റർവ്യൂ ചെയ്തു, പിന്നെ കൈക്ക് പറ്റിയതും കണ്ടു, ഒക്കെ കണ്ടില്ലേ. ഇനിയിപ്പോ എന്റെ വൈഫിനോട് ചോദിക്കാൻ കേട്ടോ, പക്ഷെ ഓള് നമ്മളെ വീഡിയോയിൽ അങ്ങനെ വന്ന് സംസാരിക്കൂല, അതുകൊണ്ട് ഓൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇതിൽ കൂടാത്തവർക്ക് പരാതികളുണ്ട്, ആ ആളും വരാൻ താല്പര്യം കൂട്ടുന്നില്ല, അതുകൊണ്ട് അത് നമ്മൾ ചോദിക്കണില്ല കേട്ടോ. അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ചെറിയ മാമന് ഗൾഫിൽ നിന്ന് വന്ന സർപ്രൈസ് വീഡിയോയും, വലിയ മാമൻ ഇവരെല്ലാരും കൂടി സർപ്രൈസ് ആക്കിങ്ങാണ്ട് ഗൾഫിക്ക് പോവാനുള്ളൊരു എന്താ പറയാ, ഒരു എല്ലാരും കൂടി വിഷമിപ്പിച്ച ഒരു വീഡിയോയും, പിന്നെ വൈകിട്ട് പണിക്ക് പോയോടുത്തുനിന്ന് കട്ടർ കൈമ പറ്റിയൊരു വീഡിയോ, എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്കാണ്ട് പോയാലോ. നമ്മൾ എയർപോർട്ടിലാണ് പോലെ എയർപോർട്ട് റോഡാണ്. മുത്താക്ക അല്ല ചിരിക്കുന്നുണ്ട്. അപ്പൊ എയർപോർട്ട് തന്നെയാണ്. വളയോ തിരിയോന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ്. ആകാംക്ഷയിലാണ് ഞങ്ങൾ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, കൂടാതെ ബാക്കില് വണ്ടിയുമുണ്ട്. ഉമ്മ നല്ല സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഉമ്മക്കും അറിയാവുന്നതാണ്. എല്ലാരും എന്താണ് ഉമ്മ സർപ്രൈസ്? ഉമ്മ പറയും ബോണ്ടിങ്. അപ്പൊ മക്കളെ, ഇതെന്താണ് കഥ എന്ന് വെച്ചാല്, നമ്മളെ വലിയ ആങ്ങളാണ് കേട്ടോ ഈ മഞ്ഞ ഷർട്ട് ടീഷർട്ട്. അപ്പോൾ ഇവനെ വിളിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും നാളെ 7 മണിക്ക് തറവാട്ടിലെത്തണം, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇന്ന് ഒഴിവാക്കണം, എനിക്ക് എന്തായാലും വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടില്ല ഇരുന്നിട്ടില്ല എന്നൊന്നും പറയരുത് കേട്ടോ, എന്തായാലും വരണം, മറ്റുള്ളവരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ആകെ പേടിച്ചിട്ടോ, താഴെയുള്ള ആൾക്കാർ അനിയത്തിമാരൊക്കെ എനിക്ക് വിളിച്ചു എന്താണ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരും കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട, അത് വെറും ഒരു സർപ്രൈസ് ആയിരിക്കും, എന്തായാലും നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതാ എല്ലാവരും 7 മണി 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ വീട്ടിലെത്തി. അവരെയും കൂട്ടിയിട്ട് ബാക്കിലൊരു നമ്മളെ വേറൊരു വണ്ടിയുണ്ട്, അതിലും ഈ വണ്ടിയിലും കൂടി 2 വണ്ടിക്ക് ഇവരെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു സ്ഥലം പറഞ്ഞിട്ടില്ല, എയർപോർട്ട് കാണുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ വീട് കൊണ്ടോട്ടി പുളിക്കലായതുകൊണ്ട് എയർപോർട്ട് അവിടെ അടുത്താണല്ലോ. അങ്ങനെ എയർപോർട്ട് റോഡിന് തിരിഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം എയർപോർട്ടിക്ക് തന്നെയാണെന്ന്. ആദ്യം വിചാരിച്ചു ഇങ്ങോട്ട് വേങ്ങരക്ക് പോരാണെന്ന് വിചാരിച്ചു. പിന്നെ എയർപോർട്ടിക്ക് തിരിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എയർപോർട്ടിക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് പല വാക്കുകളും അവൻ പറയുന്നുണ്ട് കേട്ടോ. അവൻ ഗൾഫിക്ക് പോവുകയാണെന്നും, പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് അവൻ ഗൾഫിക്ക് പോവാണ്, ഖത്തർക്ക് പോവുകയാണെന്ന്. പിന്നെ അവിടുന്ന് വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അവരിത് സർപ്രൈസ് പൊളിയാനും പാടില്ല, ആൾ വരുന്നത് വരെ പിടിച്ച് നിൽക്കണ്ട, അതിനുള്ള എല്ലാ തരികിടയും ഉണ്ടായിപ്പൊക്കെ അവൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം എയർപോർട്ടിൻ്റെ ആ ഗേറ്റ് കടന്നതാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം വണ്ടി പാർക്കിങ്ങിലൊക്കെ ഇട്ടിട്ട് വേണമല്ലോ അവർക്ക് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ. അങ്ങനെ ഏകദേശമൊക്കെ ഇവർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ ഏകദേശം ബോധ്യമായി. പക്ഷേ എന്നാലും ചെറിയ ആങ്ങളെ വരികയാണ് എന്നുള്ള അത് ഇവർക്കില്ല കേട്ടോ. ഇവർ വിചാരിച്ച് വലിയ ആങ്ങളെ പോണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ പറയാതെ സർപ്രൈസ് ആയിട്ട് പോവുകയാണെന്നാണ് ഇവർ വിചാരിച്ചത്. കുട്ടികളും മക്കളൊക്കെ ഉണ്ട് കേട്ടോ, 2 വണ്ടിക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ ഇവരെപ്പോഴും പ്രതീക്ഷയിൽ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് മുത്താക്ക പോണെന്നാ പറയുന്നത്. മുത്താക്കന്റെ വൈഫ്, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയുക? കരച്ചില് വരുന്നില്ല, ട്രെയിൻ എല്ലാവരും കെട്ടിപ്പിടിച്ച് നോക്കുക, ആലിംഗനം ചെയ്യാം, എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ചിട്ടുള്ളൂ ഞാൻ പോവാതെ. കണ്ണീര് വരുന്നില്ല കൈസ് ഉണ്ടാക്കുക. നീ നോണ വേണമെങ്കിൽ ഇന്ന് പുട്ടാണ് തിന്നത് പറയണേ.
ഞങ്ങൾ വിശ്വസിച്ചോളൂ. ഞാൻ പറഞ്ഞേ പോവാൻ നേരത്തെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അതാണ് വരാത്തോൽക്ക് വിഷമം ആദ്യമേ പറയലുണ്ട്. പോവാണെങ്കിൽ ഞാൻ പോവാൻ നേരത്തെ നിങ്ങൾ അറിയുള്ളൂ. പുറപ്പെടലോ ഞാൻ കുത്തിത്തരാം. മമ്മ മുത്താക്ക് പോവാണല്ലോ. നിങ്ങൾക്ക് കണ്ണീരനില്ലേ? ഞാൻ മുത്തുനോട് പറഞ്ഞില്ലേ ഇന്നലെ എടുത്തിനോ? ഓനെ അപ്പോൾ മക്കളെ ഇതാണ് നമ്മളെ സർപ്രൈസ് കേട്ടോ. അങ്ങനെ ഇവന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്നെ കൊണ്ടുപോകണം, ഞാൻ ചെന്ന് കയറുന്നത് അവർ കണ്ടിട്ട് സർപ്രൈസ് ആവണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരെല്ലാവരും കൂടി എന്താക്കി, വന്ന ഓനക്ക് സർപ്രൈസ് കൊടുത്തിട്ടോ. ഓനാകെ കണ്ട് അത്ഭുതപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇപ്പം കുട്ടികളും എല്ലാവരും അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ്റെ വൈഫ് അറിയില്ല കേട്ടോ വരുന്ന വിവരം. പിന്നെ അടുത്തതായിട്ട് അവൻ വൈഫിന് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണേ. അങ്ങനെ വല്യപ്പയും വേറെ കുട്ടികളൊക്കെ പെട്ടി ഉന്തിയിട്ട് ഇങ്ങനെ പോരുന്നു. ഇവർക്ക് പോക്ക് കണ്ടാൽ വിചാരിച്ചു ഇവർക്ക് പെട്ടി മതി, വേറെ ആരും വേണ്ടാന്ന്. ഏതായാലും ഇവർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ രാവിലെ എല്ലാവരും കാൽച്ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവർ അവിടെ അടുത്ത ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങിയത്. അങ്ങനെ നമ്മൾ പിറ്റേന്ന് നമ്മൾ ആങ്ങളാരെ കാണാനും വേണ്ടിയിട്ട് നമ്മൾ ആങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ നാത്തൂനും അഞ്ചത്തിയൊക്കെ മജ്ബൂസ് മന്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മന്തി, നല്ല അടിപൊളിയാണ്. അതിൻ്റെ റെസിപ്പിയൊക്കെ നാത്തൂനോടൊന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ ഒരാളിതാ മയോണൈസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അപ്പുറത്ത് മക്കളെ ബഹളം കൊണ്ടേ ഇതൊന്നും തിരിഞ്ഞു കേൾക്കണില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കണ്ട, അവിടെ നടക്കണത് ഇടാന്ന് വിചാരിച്ചു, തിരിയണില്ല, ഒച്ചപ്പാട് കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾ കണ്ടില്ലേ, ഒക്കെ പൊടി മക്കളാണ്. അപ്പോൾ അവരൊച്ചപ്പാട് കുറച്ച് കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് ട്രിപ്പ് വന്നതിന് ശേഷം എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടോ, ചെറിയ മക്കൾക്കൊക്കെ. പിന്നെ പോകാൻ അത്യാവശ്യമുള്ളവർ ഇവരൊക്കെ അതും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മജ്ബൂസ് മന്തി ഇവിടെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആങ്ങളാരോടൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ നമ്മളെ സർപ്രൈസിന്. നിങ്ങൾ നിങ്ങൾ ശരിക്കുള്ളതാ. അതായത് നമ്മള് സർപ്രൈസ് പറ്റിച്ചത് കഴിഞ്ഞാല് വാക്കുകൾ സമയമാണ് 10 ഒഴിവായല്ലോ. അപ്പൊ അവിടെ തീർത്തു കൊടുക്കാനുള്ള ഒരു പണി ഉണ്ടായി. പിറ്റേ ദിവസം നാളത്തെ ഹൗസ് വാമിംഗ് ഒക്കെ ആണല്ലോ. അപ്പൊ ഞാനും ആ വർക്കിന് ഞാനും കുഞ്ഞുട്ടിയും കൂടി എന്ത് ചെയ്ത് സംസ്ഥ ആ വർക്കിന് പോയി. ഞങ്ങൾ എത്തിയ 10 ആയിണ്ടാവും. പക്ഷെ ഒരു 6 മണിക്കായി ഞങ്ങൾ പോരാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മണിക്കൂർ എടുക്കുന്ന സമയത്ത് ഒരു കട്ടർ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്ന കട്ടർ ആ സമയത്ത് സ്പോട്ടിലൊന്നും ഇതേ ഒന്നും പറ്റിയില്ല. അത് മൂടൊന്നും ഒന്നാണ്ട് അടിച്ച് അതായത് അതിൻ്റെ ഇവിടെ കട്ടിയപ്പോഴത്തിന് എല്ല് പിന്നെ കാണലും കൈയാണ്. ഞാൻ പിന്നെ വലിയ പ്രശ്നമാക്കാതെ അവിടെ കൂട്ടി പിടിച്ചാണ്ട് ഞങ്ങളുടെ ആശുപത്രിക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഒരു നോക്കി പിടിച്ച് ആയാണ്ട് നോക്കി ഇതൊക്കെ അവിടെ വരി കെട്ടി തിന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്, വള്ളി എന്നൊക്കെ പറഞ്ഞ ഒരു ഞരമ്പ്, നമ്മളെ ഈ എല്ലുകൾക്കൊക്കെ ഇങ്ങനെ ചലനം ചെയ്ത് കൊടുക്കണ
അതാണ് അത് കട്ടായിക്കാണ്. അത് കട്ടായാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതും ഒന്ന് തിന്നണം. അങ്ങനെയൊക്കെ പാടെ കുറച്ച് കലാപരമായ പരിപാടികളൊക്കെ ഒരു 9 അമ്മേനുള്ളിൽ കയറിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി 12 സത്യത്തിൽ പേടിച്ചോ? അത് പിന്നെ അത് ഭയങ്കര സംഭവമാണ്. കാരണം നമ്മൾ കുറെ എത്രയും കാലം കുറെ ആൾക്കാരെ അടുത്തേക്ക് ഇങ്ങനെ പോകണോണ്ട് ഓലെ രോഗത്തിനും ഓലെ ഇതിനൊക്കെ നമ്മൾ പോയി സഹായിച്ചെന്നല്ലാതെ നമുക്ക് ഇന്നലെ എങ്ങനെ ഒന്നും വന്നില്ലല്ലോ. ആ ഒരു പേടിയുണ്ട്. തീറ്റക്ക് വെക്കലുണ്ട്. തീറ്റക്ക് വെക്കുമ്പോ പിന്നെ നമ്മൾ കുറെ കഷ്ടപ്പെട്ടാണെങ്കിലും സമ്മതിച്ചു കൊടുത്താൽ തീരുമല്ലോ. ഇത് പിന്നെ എത്ര വലിയ മുറി കെട്ട് കഴിഞ്ഞതാണ്. വലിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിലെ കാണിച്ചത്. അപ്പൊ ആ ഓല അതിന്റെ നിലമേൽ വിടാൻ പാടില്ല. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ കെട്ടി ഇങ്ങനത്തെ ഇത് ഫ്രീ ആയിട്ട് തന്നെ പൈസ ഫ്രീ ആയിട്ട് വാങ്ങി. അപ്പൊ അതാണ് സംഭവം. പക്ഷെ ഇതുകൊണ്ട് എന്തായി പരിപാടിക്ക് ഇന്നലെ പരിപാടിക്ക് വിളിച്ചപ്പോഴൊക്കെ എന്തായി ഇന്ന് വന്നേ. ഇന്ന് ആ സർപ്രൈസിന് വരാൻ ഇന്നലെ എല്ലാവർക്കും ബിസി ആയിരുന്നു. സത്യത്തില് സർപ്രൈസ് ആണെന്ന് ഞങ്ങൾ രാവിലെ തന്നെ വിചാരിച്ചു. ഇന്നലെ അക്കോലത്തിൽ അഭിനയിച്ചിട്ട് അപ്പൊ ഇതൊക്കെ ഓരോ പ്ലാനിങ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യത്തിലാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സത്യത്തിലുള്ള ഇപ്പൊ ഒറിജിനൽ ആണെന്ന് മനസ്സിലായി. ഇതൊക്കെ ചലിക്കും. ഏതായാലും ചെറിയതായിട്ടാണ് കഴിഞ്ഞു അല്ലേ? വലുതായിട്ട് വരാനുള്ള എനിക്ക് ലൈസൻസ് കിട്ടി പണിക്കോണ്ടാന്നുള്ള. പിന്നെ പ്രത്യേകിച്ച് പിന്നെ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു അനങ്ങി പോയത് അങ്ങനൊക്കെ ആയിട്ട് പിന്നെ കുറിച്ചൊക്കെ ജീവിച്ച ഇനി അതൊക്കെ ഫ്രീ ആവട്ടോ. ആർക്കും പണി തരും വേണ്ട, ആർക്കും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ഒഴിവാക്കിയാ മതി. പറ്റും. മൊബൈൽ ചാർജ് ഇട്ടാൻ പറ്റും. മൊബൈലിൽ വെക്കാം. പിന്നെ ഇതുണ്ടാകുമ്പോ എന്താ വെച്ചാല് അല്ലറ ചില്ലറ പിടിയെ പോകുമ്പോ പൈസ ഒക്കെ നീട്ടാം. അപ്പൊ ആ പൈസ ഒക്കെ വെക്കരുത്. പൈസ മൊബൈലൊക്കെ വെക്കാം. അതിന് കുറെ ഗുണങ്ങളുണ്ട്. പിന്നെ ഈ മടിയുള്ള ആൾക്കാരുണ്ടാവും. കയ്യൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എയർപോർട്ടിൽ നിന്നിട്ട് എന്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ആരോട് പറയാതെ വന്നല്ലേ. ഇത് അങ്ങനത്തെ ഒരു സർപ്രൈസ് അതന്നെ ഞാൻ ആ ചെങ്ങനോട് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വന്നാണ്ട് തൽക്കാലം വരുന്നുണ്ട് ഞാൻ വിചാരിച്ചില്ല. ഇപ്പഴാ കണ്ടപ്പോ എനിക്ക് ഉറപ്പായി ബാക്കിയുള്ള കൂടി പക്ഷെ ഞങ്ങൾ വിചാരിച്ചെന്താ അറിയോ, ഞങ്ങളോട് മുട്ട് പറഞ്ഞത് കത്തക്ക് 3 മാസത്തിന് പോവാണ് അറിഞ്ഞാലാണ് ഞങ്ങളെല്ലാവരും അതിന് എപ്പോഴാ പറയുന്നത് എയർപോർട്ടിൽ എത്തിയതിന്റെ ശേഷമാണ് പറയുന്നത്. അത് കിലോമീറ്റർ ഉള്ളിൽ നിങ്ങളെ കൊണ്ടുപോകാനായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അത് എയർപോർട്ടിൽ കാണുന്നുള്ളത്. പിന്നെ പൊളിറ്റൂരൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എയർപോർട്ട് കാണുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ഇതുണ്ടായി ഇനി മുഫിറ്റോടൊക്കെ ചെയ്യണമെന്ന്. അവിടുന്ന് അങ്ങോട്ട് തിരിയുടെ കുന്നുപുറ റോട്ടിന് തിരിയുണ്ടോ ഞങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടാണ്ട് അത് ഞങ്ങളെ എന്താ ഞങ്ങളെ പൊട്ടന്മാരാക്കി. എന്നിട്ട് പിന്നെ അവന് നേരെ എയർപോർട്ടിൽ കൊണ്ടിട്ട് ഇത് അവിടെ തിരിപ്പോട്ടുള്ള അഭിനയം. ഞാൻ ഖത്തർക്ക് പോവാണ്, 3 മാസത്തെ ഇതിന് പോവാനാണ്. അതിൽ ഉമ്മച്ചേർന്ന് പിന്നെ ചെറിയ എൻ്റെ കുട്ടി പോവാണ്, ഒന്നും പറഞ്ഞില്ലല്ലോ, അതിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അല്ലാണ്ട് ഉമ്മൻ്റെ മുഖം ഒന്നായിട്ട് വാടി ടെൻഷനായി. ഞങ്ങളൊക്കെ പിന്നെ ഓൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ ലാസ്റ്റ് പോക്കല്ലേ. പോവല്ലേ ഇനിയിപ്പോൾ എപ്പോഴാ ഓനെ കാണുക, 3 മാസം കഴിഞ്ഞല്ലേ കാണുക. അപ്പോഴത്തേന് ഓനക്കുള്ള സ്നേഹമൊക്കെ ഞങ്ങൾ അന്നേരം കൊടുത്ത്. അപ്പോൾ ഓൻ്റെ ചെരുപ്പൊക്കെ നമ്മൾ വീട്ടിലിടുന്ന ചെരുപ്പൊക്കെയാണ്, ഡ്രസ്സും പഴയതാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഈ ചെരുപ്പ് ഡ്രസ്സൊക്കെ ഇട്ടാണ് എനിക്ക് ഖത്തർക്കോന്ന് ചോദിച്ചു. ഒക്കെ ഇതൊക്കെ മതി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മോഡല് അറിഞ്ഞോനെ. അപ്പോൾ എൻ്റെ പാസ്പോർട്ടൊക്കെ ഇവിടെ, എൻ്റെ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ടോ. അപ്പോൾ അവനപ്പം എൻ്റെ ചെങ്ങായി കൊണ്ടുവരുന്നു പറഞ്ഞു. അങ്ങനെ ഓടിക്കൊണ്ടു 2 ചെങ്ങായിമാരെ കിട്ടുന്നു. തൈക്കിൽ വന്നാണ്ട് ആഴ്ച എന്താ ഞാനാണ് എൻ്റെ കൂടെ പോകാനുള്ളത്. പിന്നെ ചെങ്ങായി പോകുന്നുണ്ടെന്നാ തോന്നണേ. ഞാൻ സംസുവിൻ്റെ ഫ്രണ്ടാണ്, ഞാനാണ് എൻ്റെ കൂടെയാണ് സംസ് പോരാനുള്ളത്. ഇതൊക്കെ എൻ്റെ കൂടെയാണ് സംസ് പോരാനുള്ളത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓനും മുഖം കോടാതെ നോണറിയുന്നത്. ഇവനെ ഭയങ്കര അഭിനയോ. സെന്റി ഇന്നപ്പോഴാണ് ഞാൻ കാണാം. മക്കളൊക്കെ വിളിച്ചെത്തിങ്ങാണ്ട് കുട്ടികൾ നല്ലപോലെ പഠിക്കണം കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലപോലെ പറയും. അപ്പൊക്കെ ഞങ്ങളിത് നേരെ വിചാരിച്ചിക്ക. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോ പിന്നെ എല്ലാവരും സങ്കടത്തിലായിട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുകൊണ്ട് വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ എനിക്കൊരു സർപ്രൈസ് ആയില്ലേ. ഇന്നലെ അങ്ങനെ എല്ലാരും ഓൻ ചിരിപ്പിച്ച്, ഇന്നോ എല്ലാരും കഴിപ്പിച്ച് ഓനെ കൈ മുറിച്ചത്. നിങ്ങള് നമ്മളെ സർപ്രൈസ് വീഡിയോയും കണ്ടു, പിന്നെ നമ്മുടെ ഇന്റർവ്യൂ ചെയ്തു, പിന്നെ കൈക്ക് പറ്റിയതും കണ്ടു, ഒക്കെ കണ്ടില്ലേ. ഇനിയിപ്പോ എന്റെ വൈഫിനോട് ചോദിക്കാൻ കേട്ടോ, പക്ഷെ ഓള് നമ്മളെ വീഡിയോയിൽ അങ്ങനെ വന്ന് സംസാരിക്കൂല, അതുകൊണ്ട് ഓൾക്ക് കിട്ടില്ല.
അപ്പൊ ഇതിൽ കൂടാത്തവർക്ക് പരാതികളുണ്ട്. ആ ആളും വരാൻ താല്പര്യം കൂട്ടുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ ചോദിക്കണില്ല കേട്ടോ. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരാൾ സസ്പെൻഷനായി. സർപ്രൈസ് തരാൻ വന്ന ആള് സർപ്രൈസ് ആയി. പിന്നെ കൊടുക്കാൻ വന്ന ആളെ കയ്യും പോയി. കൊടുക്കാൻ വന്ന ആളെ അഭിനയിച്ച് എല്ലാരും കരയിപ്പിച്ച് ലാസ്റ്റ് ഇന്ന് രാവിലെ കൂടി ഓർമ്മയുണ്ട് നമ്മളെല്ലാരും ഇന്ന് കരയിപ്പിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും കമന്റ് ചെയ്യട്ടോ. ശ്രദ്ധിക്കണേ, കമന്റ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോക്ക് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.